ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വ്യത്യസ്ത രുചിയിലുള്ള മൊറോക്കൻ ചിക്കൻ കറി എങ്ങനെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് 10 കഷ്ണം ചിക്കൻ തൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ വലിയ പീസുകളായി കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു പൊടിക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ചെറിയ ജാറ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കറുവപ്പട്ട ചെറുതായി പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാലക്കൂട്ടിൻ്റെ പകുതി ഭാഗം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനും ബാക്കി പകുതി ഭാഗം ചിക്കൻ കറിയിലേക്കും ആവശ്യമുണ്ട്. ആദ്യമായി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഈ മസാലക്കൂട്ട് ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് എടുക്കാം. മറുവശത്തും ഇങ്ങനെ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഈ ചിക്കൻ പീസസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 75% ഈ ചിക്കൻ പീസസ് മൂത്ത് വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവോള കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി അല്ലികൾ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലാത്തവർക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മിക്സിയിൽ അടിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേകാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ വെറൈറ്റി ടേസ്റ്റിലുള്ള മൊറോക്കൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.